രാഹുൽ ഗാന്ധിയുടെ വരവിൽ ആശയക്കുഴപ്പം തുടരുമ്പോഴും വയനാട്ടിൽ കോൺഗ്രസ് പ്രവർത്തകർ രാഹുലിന് വേണ്ടിയുള്ള പ്രചാരണവുമായി മുന്നോട്ടു പോവുകയാണ്. മത്സരത്തിൽ നിന്ന് പിന്മാറിയ ടി സിദ്ദിഖ് തന്നെയാണ് പ്രചാരണത്തിന് ചുക്കാൻ പിടിക്കുന്നത്. രാഹുലിനെ വരവേൽക്കാൻ മണ്ഡലം ഒരുങ്ങിക്കഴിഞ്ഞുവെന്ന് ഡിസിസി നേതാക്കൾ പറയുന്നു. പാർട്ടി പ്രഖ്യാപിച്ചില്ലെങ്കിലും വയനാട്ടിലെ അണികൾക്ക് ഇപ്പോൾ രാഹുൽ തന്നെയാണ് സ്ഥാനാർത്ഥി. രാഹുലിന് വേണ്ടി പ്രവർത്തകർ മാത്രമല്ല, പോസ്റ്ററുകളും ബാനറുകളുമെല്ലാം സജ്ജം. മാധ്യമങ്ങൾ പറയുന്ന അനിശ്ചിതത്വവും അവ്യക്തതയും ഒന്നും അണികൾക്കില്ല. തിരഞ്ഞെടുപ്പ് പ്രചരണവുമായി അവർ മുന്നോട്ടു തന്നെയാണ്. പഞ്ചായത്ത് ബൂത്ത് യോഗങ്ങൾ നിശ്ചയിച്ച തീയതിക്ക് മുമ്പ് പൂർത്തിയാക്കാനാണ് തീരുമാനം. രാഹുലിനായി മണ്ഡലം ഒരുങ്ങിക്കഴിഞ്ഞുവെന്ന് വയനാട് ഡിസിസി പ്രസിഡന്റ് IC ബാലകൃഷ്ണൻ പറഞ്ഞു. സിദ്ദിഖിനു വേണ്ടി മണ്ഡലത്തിൽ ഉയർന്ന പ്രചാരണ ബോർഡുകളെല്ലാം മാറ്റിക്കഴിഞ്ഞു. എങ്കിലും പ്രചരണത്തിൽ സിദ്ദിഖ് തന്നെയാണ് താരം. കാത്തിരിപ്പിന് ഉടൻ വിരാമമാകുമെന്ന് സിദ്ദിഖ് പറയുന്നു. ഈ അവസരം അതിനുവേണ്ടിയുള്ള കാത്തിരിപ്പാണ്. ആ കാത്തിരിപ്പ് എത്രയും പെട്ടെന്ന് അവസാനിക്കും. രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വ പ്രഖ്യാപനം ഉടനെ ഉണ്ടാകും എന്നുള്ള പരിപൂർണ വിശ്വാസത്തിലാണ് ഞങ്ങളെല്ലാവരും. വയനാട് എ ഗ്രൂപ്പിന് വിട്ടുകൊടുത്തതിൽ I ഗ്രൂപ്പ് കലാപം ഉയർത്തുന്നതിനിടെയാണ് രാഹുൽ മണ്ഡലത്തിലേക്കെത്തുമെന്ന വാർത്ത പുറത്തുവന്നത്. ഇതോടെ കോൺഗ്രസ് പ്രവർത്തകരിലെ ഗ്രൂപ്പ് വൈരം ആവേശത്തിന് വഴിമാറി. ന്യൂസ് 18 വയനാട്.